മജ്മുനികായ 114 സേവിതബ്ബ സൂത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. അതായത് എന്തെല്ലാം നമ്മൾ സേവനം ചെയ്യണം, എന്ത് സേവനം ചെയ്യരുത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സേവനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അകുശലധർമ്മങ്ങൾ അല്ലെങ്കിൽ പാപധർമ്മങ്ങൾ വർദ്ധിക്കും, എന്ത് ചെയ്തു കഴിഞ്ഞാൽ കുശലധർമ്മങ്ങൾ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം പ്രധാനമായിട്ടും പാപകർമ്മങ്ങളെ ഇല്ലാതാക്കി, പാപകർമ്മങ്ങൾ അല്ലെങ്കിൽ അകുശല കർമ്മങ്ങളെ ഇല്ലാതാക്കി പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാൽ ശീലത്തെപ്പറ്റി ഈ സൂത്രത്തിൽ വളരെ വിസ്താരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: സേവിതബ്ബം വോ ഭിക്ഷവേ ധമ്മപര്യായം ദേശസാമി. ഭിക്ഷുക്കളെ, എന്ത് സേവനം ചെയ്യണം എന്ത് സേവനം ചെയ്യരുത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിനെ പറ്റിയിട്ടുള്ള ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഞാൻ സംസാരിക്കാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് അവർ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: കായ സമാചാരം പാഹം ഭിക്ഷവേ ദുവിധേന വദാമി. ഭിക്ഷുക്കളെ, കായ സമാചാരം, അതായത് ശരീരം കൊണ്ടുള്ള പ്രവൃത്തി രണ്ട് തരത്തിലുണ്ട്. സമാചാര എന്ന വാക്കിന് പ്രവൃത്തി അല്ലെങ്കിൽ സ്വഭാവം എന്നെല്ലാം അർത്ഥമുണ്ട്. സേവിതബ്ബംബി അസേവിതബ്ബംബി. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട്, ചെയ്യരുതാത്ത പ്രവൃത്തികളുണ്ട്. ഇത് രണ്ടും ശരീരം കൊണ്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ്. ഭിക്ഷുക്കളെ, വാണി കൊണ്ടുള്ള പ്രവൃത്തികൾ രണ്ട് വിധം ഉണ്ട് എന്ന് പറയുന്നു. ഒന്നിനെ നമ്മൾ ചെയ്യണം, മറ്റൊന്നിനെ നമ്മൾ ചെയ്യരുത്. ഇത് രണ്ടും വാണികൾ കൊണ്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ്. രണ്ട് തരത്തിലുള്ള മനോസമാചാരം, അതായത് മനസ്സുകൊണ്ടുള്ള കർമ്മങ്ങൾ ഉണ്ട്. ഒന്ന് നിങ്ങൾ ചെയ്യണം, മറ്റൊന്ന് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ മനസ്സുകൊണ്ടുള്ള പ്രവൃത്തിയും രണ്ട് തരത്തിലുണ്ട്. രണ്ട് തരത്തിലുള്ള മനസ്സിലുള്ള ചിന്തകളുണ്ട്. ഒന്ന് നിങ്ങൾ ഉണ്ടാക്കണം, മറ്റൊന്ന് നിങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചിത്തത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ ഉണ്ട്. രണ്ട് തരത്തിലുള്ള സംജ്ഞകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു സംഖ്യയെ നിങ്ങൾ വർദ്ധിപ്പിക്കണം, മറ്റൊരു സംഖ്യയെ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. ഇത് രണ്ടും സംഖ്യകൾ തന്നെയാണ്. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള ദിട്ടികൾ അല്ലെങ്കിൽ ദർശനങ്ങൾ ഉണ്ട്. ഒരു ദിട്ടി നിങ്ങൾ സേവനം ചെയ്യണം, മറ്റൊന്ന് നിങ്ങൾ സേവനം ചെയ്യരുത്. ഇത് രണ്ടും ദിട്ടികൾ തന്നെയാണ് അല്ലെങ്കിൽ ദർശനങ്ങൾ തന്നെയാണ്. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള പുനർജന്മം ഉണ്ട്. ഒരെണ്ണം കിട്ടാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം, മറ്റൊന്ന് നമ്മൾ പ്രവർത്തിക്കരുത്. ഇത് രണ്ടും പുനർജന്മം തന്നെയാണ്. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, താങ്കൾ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഉപദേശത്തിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഭിക്ഷുക്കളെ, ശരീരം കൊണ്ടുള്ള പ്രവൃത്തി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിങ്ങൾ സേവിക്കണം, മറ്റൊന്ന് നിങ്ങൾ സേവിക്കരുത്. ഇത് രണ്ടും ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് അത് ഭഗവാൻ പറഞ്ഞത്? ശരീരം കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുമൂലം അകുശലധർമ്മങ്ങൾ വർദ്ധിക്കും, കുശലധർമ്മങ്ങൾ കുറയും. അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. അകുശലധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പാപധർമ്മങ്ങൾ, കുശലധർമ്മങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പുണ്യധർമ്മങ്ങൾ. നമ്മൾ അത്തരത്തിലുള്ള ശരീര കർമ്മങ്ങൾ ചെയ്യണം. അതുമൂലം നമ്മളുടെ കുശലധർമ്മങ്ങൾ വർദ്ധിക്കും, അകുശലധർമ്മങ്ങൾ കുറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ബന്ദേ, അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നതും കുശലധർമ്മങ്ങൾ കമ്മിയാക്കുന്നതുമായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രവൃത്തികൾ ഏതെല്ലാമാണ്? ബന്ദേ, ഒരു വ്യക്തി പ്രാണികളെ കൊല്ലുന്നു. അവർ വളരെ വഴക്കാളികളാണ്, കയ്യിൽ രക്തം പുരണ്ട വ്യക്തികളാണ്, കൊല്ലാൻ ഒട്ടും തന്നെ മടിയില്ലാത്ത വ്യക്തിയാണ്, ജീവികളോട് ഒട്ടും തന്നെ കരുണയില്ലാത്ത വ്യക്തിയാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
അതായത് ഇന്ന് ഒരുപാട് പേർ ഇത്തരം തൊഴിലുകൾ ഏർപ്പെടാറുണ്ട്. ആടുകളെ കൊല്ലൽ, മാടുകളെ കൊല്ലൽ, കോഴികളെ കൊല്ലൽ, അവരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അവരുടെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുകയാണ്. അവർ കൊല്ലാൻ മടിയില്ലാത്ത വ്യക്തികളാണ്. പ്രാണികളോട് അവർക്ക് ഒട്ടും തന്നെ ദയയില്ല. അവർ മോഷ്ടിക്കുന്നവരാണ്. അവർ മോഷണം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അവർ ഗ്രാമത്തിൽ താമസിക്കുന്നവരിൽ നിന്നും അതേപോലെ തന്നെ വനത്തിലൂടെ പോകുന്നവരുടെയും സ്വത്ത് അവർ അപഹരിക്കാൻ നോക്കുന്നു, കൊള്ളയടിക്കാൻ നോക്കുന്നു. അവർ വ്യഭിചരിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഉണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ കുലം ആ സ്ത്രീയുടെ രക്ഷകനാണ്. ആ സ്ത്രീയുമായിട്ട് ആ വ്യക്തി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ധർമ്മം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീയുമായിട്ടുള്ള ലൈംഗിക ബന്ധം നിയമത്താൽ ശിക്ഷാർഹമാണ്. അതേപോലെ തന്നെ വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് ആ വ്യക്തി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. ഇത്തരത്തിലുള്ള ശരീരം കൊണ്ടുള്ള പ്രവൃത്തികൾ മൂലം അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കമ്മിയാകുന്നു. അതായത് പാപങ്ങൾ വർദ്ധിക്കുന്നു, പുണ്യങ്ങൾ കമ്മിയാകുന്നു. ബന്ധേ, എന്നാൽ ഏത് ശാരീരിക കർമ്മങ്ങൾ ചെയ്യുന്നത് മൂലമാണ് അകുശലധർമ്മങ്ങൾ കുറയുന്നത്, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നത്? അതായത് പാപധർമ്മങ്ങൾ കുറയുന്നത്, പുണ്യധർമ്മങ്ങൾ വർദ്ധിക്കുന്നത്. ബന്ധേ, ഒരു വ്യക്തി പ്രാണികളെ കൊല്ലുന്നത് ഒഴിവാക്കുന്നു. അവർ വടിയും അതേപോലെ തന്നെ ആയുധവും ഉപേക്ഷിക്കുന്നു. അവർ ദയാലുക്കളാണ്, അനുകമ്പയുള്ളവരാണ്. എല്ലാ പ്രാണികളോടും അനുകമ്പയും ദയയും സഹാനുഭൂതിയും പുലർത്തുന്നവരാണ്. അതായത് പ്രാണികളെ കൊല്ലരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പ്രാണികളോട് നമുക്ക് ദയ വേണം. മനുഷ്യരോട് മാത്രമല്ല, എല്ലാ പ്രാണികളോടും നമ്മൾക്ക് ദയ വേണം. അവരെ ഒരിക്കലും കൊല്ലരുത്. ഇതാണ് ശരിയായിട്ടുള്ള ധർമ്മം എന്ന് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. കാരണം പുണ്യപാപം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാണിയെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തീർത്തും പാപകരമായിട്ടുള്ള ചിന്ത തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അവർ മോഷ്ടിക്കൽ ഉപേക്ഷിക്കുന്നു. അവർക്ക് മോഷണം നടത്താൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല. അതിനാൽ ഗ്രാമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വനത്തിൽ നിന്നോ മറ്റുള്ളവരുടെ സ്വത്ത് ആ വ്യക്തി കൊള്ളയടിക്കുന്നില്ല. അവർ വ്യഭിചരിക്കുന്നില്ല. അവർ ഏതെങ്കിലും സ്ത്രീക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ കുലം ആ സ്ത്രീയുടെ രക്ഷകനാണ് എങ്കിൽ ആ സ്ത്രീയുമായിട്ട് അവർ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. അതുകൂടാതെ ധർമ്മത്താൽ രക്ഷിക്കപ്പെട്ട സ്ത്രീ, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീയുമായിട്ടുള്ള ലൈംഗിക ബന്ധം കുറ്റകരമാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്, അത്തരം സ്ത്രീകളുമായിട്ട് ആ വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രവൃത്തികൾ മൂലം അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള ശാരീരിക കർമ്മങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒന്ന് നിങ്ങൾ ചെയ്യണം, മറ്റൊന്ന് നിങ്ങൾ ചെയ്യരുത്. ഇത് രണ്ടും ശാരീരിക കർമ്മങ്ങൾ തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറയാനുള്ള കാരണം ഇതാണ്. ഭിക്ഷുക്കളെ, വാണി കൊണ്ടുള്ള പ്രവൃത്തികൾ രണ്ട് തരം ഉണ്ട്. ഒന്ന് നിങ്ങൾ ചെയ്യണം, മറ്റൊന്ന് നിങ്ങൾ ചെയ്യരുത്. ഇത് രണ്ടും വാണികൾ കൊണ്ട് ഉള്ള പ്രവൃത്തികൾ തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? വാണികൾ കൊണ്ടുള്ള അത്തരം ഒരു കർമ്മവും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുമൂലം നമ്മളുടെ അകുശലങ്ങൾ വർദ്ധിക്കുന്നതാണ്, കുശലധർമ്മങ്ങൾ കമ്മിയാവുന്നതാണ്. അത്തരം ഒരു വാണിയുടെ കർമ്മവും നമ്മൾ ചെയ്യരുത്. എന്നാൽ അകുശലധർമ്മങ്ങൾ കുറയുന്നതും കുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള വാണിയുടെ കർമ്മം നമ്മൾ ചെയ്യണം. അകുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതും കുശലധർമ്മങ്ങൾ കുറയ്ക്കുന്നതുമായിട്ടുള്ള വാണിയുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഉദാഹരണമായിട്ട് ഒരു വ്യക്തി നുണ പറയുകയാണ്. ആ വ്യക്തിയെ ഒരു കൗൺസിൽ, അല്ലെങ്കിൽ ഒരു സഭ, അല്ലെങ്കിൽ കുടുംബയോഗം, അല്ലെങ്കിൽ ഒരു കോടതി, അല്ലെങ്കിൽ രാജാവിൻ്റെ കോടതി, അവർ ഈ വ്യക്തിയോട് സാക്ഷി പറയാൻ പറയുന്നു. പുരുഷ, നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ പറയുക. അറിയില്ലെങ്കിൽ കൂടി അവർ പറയും എനിക്ക് അറിയും എന്ന്. അറിഞ്ഞാൽ കൂടി അവർ പറയും എനിക്ക് അറിയില്ല എന്ന്. കണ്ടില്ലെങ്കിൽ കൂടി അവർ പറയും ഞാൻ കണ്ടു എന്ന്. കണ്ടാൽ കൂടി അവർ പറയും ഞാൻ കണ്ടില്ല എന്ന്.
അതിനാൽ അവർ തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ അറിഞ്ഞുകൊണ്ട് തന്നെ നുണ പറയുന്നു. അല്ലെങ്കിൽ ചെറിയ ലോക സൗകര്യങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നുണ പറയുന്നു. അവർ ഏഷണി പറയുന്നു. ഒരു സ്ഥലത്ത് കേട്ടത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ആ വ്യക്തി പറയുന്നു. അതുമൂലം ആ വ്യക്തി ആൾക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു, പിരിക്കുന്നു. അപ്പോൾ യോജിപ്പുള്ള വ്യക്തികളെ ആ വ്യക്തി പിരിക്കുന്നു, ഭിന്നതയെ ആ വ്യക്തി പ്രോത്സാഹിപ്പിക്കുന്നു. പിരിക്കുന്നതിൽ ആ വ്യക്തി ആഹ്ലാദം കണ്ടെത്തുന്നു. പിരിക്കുന്ന കാര്യത്തെ ആ വ്യക്തി സ്നേഹിക്കുന്നു. ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ വ്യക്തി സംസാരിക്കുകയുള്ളൂ. അവർ കടുത്ത വചനമാണ് പറയുന്നത്. അവർ ക്രൂരമായിട്ടുള്ള, പരുഷമായിട്ടുള്ള, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന, ദേഷ്യത്താൽ ഉള്ള വാക്കുകൾ മാത്രമാണ് അവർ സംസാരിക്കുക. ആ വാക്കുകൾ ഒരിക്കലും സമാധിയിലേക്ക് അല്ലെങ്കിൽ ശാന്തിയിലേക്ക് നയിക്കുന്നില്ല. അവർ മിഥ്യാഭാഷണം, അതായത് സമയം പോക്കാൻ വെറും സംഭാഷണം നടത്തുന്നു. അവരുടെ വാക്കുകൾ സമയപൂർവം അല്ല, അത് ഗുണകരമല്ല, സത്യമല്ല, ധർമ്മവിനയത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്കുകളല്ല. ആ വാക്കുകൾക്ക് ഒരു വിലയും ഇല്ല. അത് സമയാനുസൃതവും അല്ല. അതിൽ ഒരു കാര്യവും ഇല്ല. വെറുതെ തോന്നിയതുപോലെയാണ് അവർ സംസാരിക്കുന്നത്. ആ സംസാരത്തിന് ഒരു ഉദ്ദേശവുമില്ല. അത്തരത്തിലുള്ള വാണികളുടെ പ്രവൃത്തി മൂലം അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കമ്മിയാവുന്നു. അകുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതും കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള വാണിയുടെ പ്രവൃത്തികൾ ഏതൊക്കെയാണ്? ഒരു വ്യക്തി നുണ പറയുന്നത് ഒഴിവാക്കുന്നു. അവരെ ഒരു സഭ വിളിക്കുന്നു, ഒരു പരിഷത്ത് വിളിക്കുന്നു, ഒരു കുടുംബയോഗം വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒത്തുകൂടൽ വിളിക്കുന്നു, അല്ലെങ്കിൽ രാജാവിൻ്റെ കോടതി അവരെ വിളിക്കുന്നു. എന്നിട്ട് അവരോട് സാക്ഷ്യം പറയാൻ പറയുന്നു. പുരുഷ, നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ പറയുക. അറിയില്ല എങ്കിൽ അവർ അറിയില്ല എന്ന് പറയും. അറിയുന്നു എങ്കിൽ അവർ അറിയുന്നു എന്ന് പറയും. കണ്ടിട്ടില്ല എങ്കിൽ അവർ കണ്ടിട്ടില്ല എന്ന് പറയും. കണ്ടിട്ടുണ്ട് എങ്കിൽ അവർ കണ്ടിട്ടുണ്ട് എന്ന് പറയും. അതിനാൽ അവർ അവർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ബോധപൂർവം നുണ പറയില്ല. അല്ലെങ്കിൽ വെറും ചെറിയ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും അവർ നുണ പറയാറില്ല. അവർ മറ്റുള്ളവരെ പിരിപ്പിക്കുന്ന വർത്തമാനം പറയുന്നില്ല. അവർ ഒരു സ്ഥലത്ത് കേട്ടുള്ള വർത്തമാനം മറ്റുള്ളൊരു സ്ഥലത്ത് പറയുന്നില്ല. അതുമൂലം അവർ ആൾക്കാരെ ഭിന്നിപ്പിക്കുന്നില്ല. എന്നാൽ ഭിന്നിച്ചു നിൽക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക. ഐക്യത്തെ അവർ എപ്പോഴും സഹായിക്കുന്നു. ഐക്യത്തിൽ അവർ സന്തോഷിക്കുന്നു. ഐക്യത്തെ അവർ സ്നേഹിക്കുന്നു. ഐക്യം ഉണ്ടാക്കുന്ന വാക്കുകൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അവർ ഒരിക്കലും കടുവചനം പറയുന്നില്ല. അവർ മധുരമായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. കാതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയുന്നുള്ളൂ. ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ മാത്രമേ അവർ പറയുകയുള്ളൂ. വളരെ മര്യാദപൂർണവും ഇഷ്ടമുള്ളതും മറ്റുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അവർ വ്യർത്ഥഭാഷണം അല്ലെങ്കിൽ മിഥ്യാഭാഷണം ചെയ്യില്ല. വേണ്ട സമയത്ത് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അത് സത്യമായിരിക്കും, അർത്ഥവത്തായിരിക്കും, ധർമ്മവിനയത്തിന് അനുയോജ്യമായിരിക്കും. അവർ ശരിയായിട്ടുള്ള സമയത്ത് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അത് വളരെ വിലപ്പെട്ടതായിരിക്കും, അർത്ഥവത്തായിരിക്കും, ചുരുങ്ങിയതായിരിക്കും, ഗുണകാരിയായിരിക്കും. ഇത്തരത്തിലുള്ള വാണികളുടെ പ്രവൃത്തി മൂലം അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള വാണികളുടെ പ്രവൃത്തികൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒരെണ്ണത്തെ നിങ്ങൾ സേവിക്കണം, മറ്റൊന്നിനെ നിങ്ങൾ സേവിക്കരുത്. ഇത് രണ്ടും വാണികൾ കൊണ്ടുള്ള പ്രവൃത്തിയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇതാണ് ഭഗവാൻ പറയാനുള്ള കാരണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മഹാപുരുഷൻ്റെ മന്ദിരത്തിൽ പോയി അവരോട് പ്രാർത്ഥിക്കുകയോ അവരോട് അപേക്ഷിക്കുകയോ ചെയ്യുന്നതല്ല ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുക, പാപകർമ്മങ്ങൾ ചെയ്യരുത്. അതാണ് ധർമ്മത്തിൻ്റെ നിർവചനം. അതല്ലാതെ നമ്മൾ ധർമ്മത്തിൻ്റെ പേരിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള മനസ്സിൻ്റെ പ്രവൃത്തികളുണ്ട്. ഒന്ന് നിങ്ങൾ സേവിക്കണം, മറ്റൊന്ന് നിങ്ങൾ സേവിക്കരുത്. ഇത് രണ്ടും മനസ്സുകൾ കൊണ്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്?
അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്ന, കുശലധർമ്മങ്ങളെ കമ്മിയാക്കുന്ന ഒരു മനസ്സിൻ്റെ പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. എന്നാൽ അകുശലധർമ്മങ്ങളെ കുറയ്ക്കുന്ന, കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്ന മനസ്സുകൊണ്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്ന, കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്ന മനസ്സുകൊണ്ടുള്ള പ്രവൃത്തികൾ ഏതൊക്കെയാണ്? ബന്ധേ, ഒരു വ്യക്തി അഭിജാലു ആണ്. അഭിജാലു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ധനം അപഹരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനം കൈക്കലാക്കണം. അതിനെയാണ് അഭിജ എന്ന് പറയുക. കൊവറ്റസ്നെസ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൈക്കലാക്കുക, എൻ്റേതാകണം എന്നുള്ള ആഗ്രഹം. നമ്മൾക്ക് മലയാളത്തിൽ അതിനെ ലുബ്ധത അല്ലെങ്കിൽ ലോഭം എന്ന് പറയാം. ഒരു വ്യക്തി ലോഭമുള്ള വ്യക്തിയാണ്. ആ വ്യക്തി മറ്റുള്ളവരുടെ ധനത്തിനും അതേപോലെ തന്നെ മറ്റു സാധനങ്ങൾക്കും തൻ്റേതാക്കാൻ ആ വ്യക്തിയുടെ മനസ്സിൽ ലോഭമുണ്ട്. അവർ ഇങ്ങനെ വിചാരിക്കുന്നു, ആ വ്യക്തിയുടെ സ്വത്തെല്ലാം എനിക്ക് വന്നു കഴിഞ്ഞാൽ എത്ര നന്നായിരിക്കുന്നു എന്നവർ വിചാരിക്കുന്നു. അവർക്ക് ദ്വേഷവും അതേപോലെ തന്നെ ദുഷ്ടകരമായിട്ടുള്ള ചിന്തകളും ഉണ്ട്. ഈ പ്രാണികൾ എല്ലാം കൊല്ലണം, ഈ പ്രാണികളെ വധിക്കണം, ഈ പ്രാണികളെ വെട്ടിനുറുക്കണം, ഈ പ്രാണികളെ നശിപ്പിക്കണം, ഈ പ്രാണികളെ ഇല്ലാതാക്കണം. ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ ചിന്തകൾ മൂലം അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയും കുശലധർമ്മങ്ങൾ കുറയുകയും ചെയ്യുന്നു. ബന്ധേ, ഏത് തരത്തിലുള്ള മനസ്സിൻ്റെ പ്രവൃത്തികളാണ് അകുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നത്, കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നത്? ബന്ധേ, ഒരു വ്യക്തി അനഭിജാലു, അതായത് മറ്റുള്ളവരുടെ യാതൊരു സാധനത്തിനും ആ വ്യക്തിക്ക് ആഗ്രഹമില്ല, സ്വയം തൃപ്തനാണ്. മറ്റുള്ളവരുടെ സ്വത്തും അതേപോലെ തന്നെ സമ്പത്തും കൈക്കലാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നില്ല, മറ്റുള്ളവരുടെ സമ്പത്തെല്ലാം തൻ്റേതായിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ആ വ്യക്തി തൃപ്തനാണ്. അവരുടെ മനസ്സിൽ ദ്വേഷമില്ല, പ്രദുഷ്ട മനസ്സ് അല്ല അവരുടേത്. അവർ ഇങ്ങനെ വിചാരിക്കുന്നു, ഈ പ്രാണികൾ എല്ലാം തന്നെ ദ്വേഷമില്ലാതെ, വൈരമില്ലാതെ ജീവിക്കണം, ഈ പ്രാണികൾക്കെല്ലാം സന്തോഷമുണ്ടാകണം, അവർക്ക് യാതൊരുവിധ കഷ്ടവും ഉണ്ടാകരുത് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ബന്ധേ, ആ തരത്തിലുള്ള മനസ്സിൻ്റെ പ്രവൃത്തി മൂലം അകുശല ധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള മനസ്സിൻ്റെ കർമ്മങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒന്ന് നിങ്ങൾ ചെയ്യണം, മറ്റൊന്ന് നിങ്ങൾ ചെയ്യരുത്. ഇത് രണ്ടും മനസ്സിൻ്റെ തന്നെ കർമ്മങ്ങളാണ്, പ്രവൃത്തികളാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് പറയാനുള്ള കാരണം ഇതാണ്. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള ചിന്തകൾ ഉണ്ട്. ഒന്ന് നിങ്ങൾ ഉണ്ടാകണം, മറ്റൊരു ചിന്തകൾ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇത് രണ്ടും മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്? അകുശലങ്ങളെ വർദ്ധിപ്പിക്കുന്നതും കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതുമായിട്ടുള്ള ചിന്തകളെ മനസ്സിൽ ഉണ്ടാക്കരുത്. അകുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതും കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ചിന്തകളെ മനസ്സിലുണ്ടാക്കണം. ഏതു തരത്തിലുള്ള മനസ്സിൻ്റെ ചിന്തകളാണ് അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നത്, കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നത്? ഒരു വ്യക്തി അഭിജാലു ആണ്. അഭിജാലു എന്ന് പറയുമ്പോൾ ലുബ്ധൻ, അതായത് മറ്റുള്ളവരുടെ സാധനങ്ങളെ കൈക്കലാക്കണം എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന വ്യക്തി. അവൻ്റെ മനസ്സിൽ ആ ലോഭം കൊണ്ടുള്ള ചിന്ത കൊണ്ട് തന്നെ ആ വ്യക്തി ജീവിക്കുന്നു. അവൻ്റെ മനസ്സിൽ ദ്വേഷമുണ്ട്, ദ്വേഷമുള്ള ഹൃദയത്താലാണ് അവർ ജീവിക്കുന്നത്. അവൻ്റെ മനസ്സിൽ ഹിംസാപരമായിട്ടുള്ള ചിന്തകൾ ഉണ്ട്, ആ ഹിംസാപരമായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകൾ അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നു, കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നു. അതായത് മറ്റുള്ളവരുടെ സാധനങ്ങൾ കൈക്കലാക്കണം എന്നുള്ള ചിന്ത പാടില്ല, ദ്വേഷമുള്ള ചിന്തകൾ പാടില്ല, അതേപോലെ തന്നെ ഹിംസാപരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. അകുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതും കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ചിന്തകൾ ഏതൊക്കെയാണ്? ബന്ധേ, ഒരു വ്യക്തി അനഭിജാലു ആണ്, അതായത് ആ വ്യക്തി തൃപ്തനാണ്. അവർക്കുള്ളതിൽ പൂർണ്ണ തൃപ്തരായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ മനസ്സിൽ വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷമില്ല, ദ്വേഷമില്ലാത്ത ചിത്തത്താലാണ് അവർ വിഹരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഹിംസയില്ല, അവർ വളരെ ദയാലുക്കളാണ്, ദയുള്ള ചിത്തത്താലാണ് അവർ വിഹരിക്കുന്നത്. ഇത്തരം ചിത്തം ഉള്ളത് മൂലം അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള ചിന്തകൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒന്ന് നിങ്ങൾ സേവിക്കണം, മറ്റൊന്ന് നിങ്ങൾ സേവിക്കരുത്. ഇത് രണ്ടും ചിത്തത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ തന്നെയാണ്.
അതാണ് ഭഗവാൻ പറഞ്ഞത്. അത് പറയാനുള്ള കാരണം ഇതാണ്. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള സംഖ്യകൾ നമ്മൾക്ക് ഉണ്ടാകാറുണ്ട്. സംജ്ഞ, പടിലാഭം. ഒരു സംഖ്യ നിങ്ങൾ ഉണ്ടാക്കണം, മറ്റൊരു സംഖ്യ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇത് രണ്ടും മനസ്സിലുണ്ടാകുന്ന സംഖ്യകൾ തന്നെയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അത്തരം സംഖ്യകൾ ഉണ്ടാക്കരുത്. അതുമൂലം നിങ്ങളുടെ അകുശല ധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കുറയുന്നു. അത്തരം സംഖ്യ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കരുത്. എന്നാൽ അകുശല ധർമ്മങ്ങൾ കുറയ്ക്കുന്നതും കുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള സംഖ്യകളാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത്. സംഖ്യ എന്ന് പറയുന്ന സമയത്ത് മനസ്സിൻ്റെ ഒരു ഭാഗം അത് മൂല്യാങ്കനം ചെയ്യുന്നു. അതായത് ഒരു കാര്യം നല്ലതോ ചീത്തയോ എന്ന് ചിന്തിച്ച് കണ്ടെത്തുന്നത് ഈ സംഖ്യയാണ്. അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതും കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതുമായിട്ടുള്ള സംഖ്യ ഏതാണ്? ബന്ധേ, ഒരു വ്യക്തി അഭിജാലു അല്ലെങ്കിൽ ലുബ്ധനാണ്, മറ്റുള്ളവരുടെ സ്വത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ആ ലുബ്ധത കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ മനസ്സിൽ ദ്വേഷമുണ്ട്. ദ്വേഷമുള്ള സംഖ്യയാണ് അവരുടെ മനസ്സിലുള്ളത്. അതുമൂലമാണ് അവർ ജീവിക്കുന്നത്. അവരുടെ മനസ്സിൽ ഹിംസാപരമായിട്ടുള്ള സംഖ്യയുണ്ട്. ആ ഹിംസാപരമായിട്ടുള്ള സംഖ്യ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അത്തരം സംഖ്യകൾ മൂലം അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയും കുശലധർമ്മങ്ങൾ കുറയുകയും ചെയ്യുന്നു. ബന്ധേ, അകുശലധർമ്മങ്ങൾ കുറയ്ക്കുന്നതും കുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള സംഖ്യ ഏതൊക്കെയാണ്? ബന്ധേ, ഒരു വ്യക്തി അനഭിജ്യാലു, അതായത് മറ്റുള്ളവരുടെ ഒന്നിനെ തന്നെ ആഗ്രഹിക്കുന്നില്ല, കൈക്കലാകാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി തൃപ്തനാണ്. തൃപ്തനായിട്ടുള്ള അല്ലെങ്കിൽ തൃപ്തിയുള്ള ആ സംഖ്യ മൂലമാണ് അവർ ജീവിക്കുന്നത്. അതായത് അവരുടെ മനസ്സിൽ തൃപ്തിയുണ്ട്. അവരുടെ മനസ്സിൽ ദ്വേഷമില്ല, സ്നേഹമാണ് ഉള്ളത്. ദ്വേഷമില്ലാത്ത സംഖ്യയാലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ മനസ്സിൽ ഹിംസാപരമായിട്ടുള്ള ചിന്തകൾ ഇല്ല, ദയാലുക്കളാണ്. ദയയുടെ സംഖ്യ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇത്തരം സംഖ്യകൾ മൂലം അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഭിക്ഷുക്കളെ, ഈ രണ്ട് തരത്തിലുള്ള സംഖ്യകൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു സംഖ്യയെ നിങ്ങൾ സേവിക്കണം, മറ്റൊന്നിനെ നിങ്ങൾ സേവിക്കരുത്. ഇത് രണ്ടും സംഖ്യകൾ തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറയാനുള്ള കാരണം ഇതാണ്. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള ദിഠികൾ അല്ലെങ്കിൽ ദർശനങ്ങൾ നമ്മൾക്ക് ഉണ്ടാകാറുണ്ട്. ഇവിടെ ദിഠി എന്ന് പറയുന്ന സമയത്ത് ദർശനം അല്ലെങ്കിൽ ഫിലോസഫി എന്നെല്ലാം നമ്മൾക്ക് പറയാം. ഒരു ദർശനം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടതാണ്, മറ്റൊരു ദർശനം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കരുത്. ഇത് രണ്ടും ദർശനങ്ങൾ തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്? അകുശല ധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതും കുശല ധർമ്മങ്ങളെ കുറയ്ക്കുന്നതുമായിട്ടുള്ള ദർശനങ്ങളെ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത്. എന്നാൽ അകുശല ധർമ്മങ്ങളെ കുറയ്ക്കുന്നതും കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ദർശനങ്ങളാണ് നമ്മൾ നേടേണ്ടത്, അല്ലെങ്കിൽ ദിഠിയാണ് നമ്മൾ നേടേണ്ടത്. അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതും കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതുമായിട്ടുള്ള ദർശനം ഏതൊക്കെയാണ്? ബന്ധേ, ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ദിഠി ഉണ്ടാകുന്നു. ഇനി പറയാൻ പോകുന്നത് നാസ്തികരുടെ കാര്യമാണ്, യുക്തിവാദികളുടെ കാര്യമാണ്. ഈ യുക്തിവാദികൾക്ക് ഇത്തരം ദൃഷ്ടിയാണ് ഉള്ളത് എന്ന് ഭഗവാൻ പറയുന്നു. ദാനത്തിന് ഫലമില്ല, ത്യാഗത്തിന് ഫലമില്ല, ദക്ഷിണയ്ക്ക് ഫലമില്ല. നല്ലതും ചീത്തയും ആയിട്ടുള്ള പ്രവൃത്തികൾക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലമില്ല. മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ഇല്ല. അമ്മ, അച്ഛൻ, അതേപോലെ തന്നെ ഓപപാതികം ആയിട്ടുള്ള ജീവികൾ ഒന്നും തന്നെ ഇല്ല. ഓപപാതികം എന്ന് പറയുന്ന സമയത്ത് ഗർഭപാത്രത്തിലൂടെ അല്ലാതെ നേരെ പോയിട്ട് ജനിക്കുന്ന ജീവികൾ. ശരിയായിട്ട് അഭ്യസിക്കുന്ന ശ്രമണ ബ്രാഹ്മണന്മാരും ഇല്ല. അതുകൂടാതെ മരണാനന്തര ജീവിതത്തെ സ്വന്തം ദർശനത്താൽ കണ്ട് സാക്ഷാത്കരിച്ച അത്തരത്തിലുള്ള ഒരു ശ്രമണ ബ്രാഹ്മണരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതായത് അത്തരം ഒരു സന്യാസിമാരും ഇപ്പോൾ ഇല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദിഠി അല്ലെങ്കിൽ ദർശനം മൂലം അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയും കുശലധർമ്മങ്ങൾ കുറയുകയും ചെയ്യും. ഇതാണ് യുക്തിവാദികൾക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഏത് ദർശനം മൂലമാണ് നമ്മുടെ അകുശലധർമ്മങ്ങൾ കുറയുകയും കുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത്? ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ദർശനമുണ്ട് അല്ലെങ്കിൽ ദിഠിയുണ്ട്. ദാനത്തിന് അർത്ഥമുണ്ട്, ത്യാഗത്തിന് അതേപോലെ തന്നെ ദക്ഷിണയ്ക്ക് എല്ലാം തന്നെ അർത്ഥമുണ്ട്. നല്ല കർമ്മത്തിനും ചീത്ത കർമ്മത്തിനും നല്ല ഫലവും ചീത്ത ഫലവും ഉണ്ട്. മരണാനന്തരം ഒരു ജീവിതം ഉണ്ട്.
അമ്മ, അച്ഛൻ, അതേപോലെ തന്നെ ഓപപാതികമായിട്ടുള്ള ജീവികൾ ഉണ്ട്. ശ്രമണ ബ്രാഹ്മണന്മാരും ഉണ്ട്. അവർ ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുന്ന ശ്രമണ ബ്രാഹ്മണന്മാരും ഉണ്ട്. അങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ മരണാനന്തരമായിട്ടുള്ള ഒരു ജീവിതമുണ്ട് എന്ന് അവർ സ്വയം സാക്ഷാത്കരിച്ചിരിക്കുന്ന അത്തരം ശ്രമണ ബ്രാഹ്മണന്മാരും ഇപ്പോൾ ഉണ്ട്. ഇത്തരത്തിലുള്ള ദർശനം മൂലം അകുശലധർമ്മങ്ങൾ കുറയുകയും കുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള ദർശനം ഉണ്ട്. ഒന്ന് നിങ്ങൾ ഉണ്ടാക്കണം, മറ്റൊന്ന് നിങ്ങൾ ഉണ്ടാക്കരുത്. ഇത് രണ്ടും ദർശനം തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇതാണ് ഭഗവാൻ പറയാനുള്ള കാരണം. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള പുനർജന്മം ഉണ്ട്. ഒരു പുനർജന്മത്തിനായിട്ട് നിങ്ങൾ യത്നിക്കണം, മറ്റൊന്നിനു വേണ്ടി നിങ്ങൾ യത്നിക്കരുത്. ഇത് രണ്ടും പുനർജന്മം തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്? അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതും കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതുമായിട്ടുള്ള പുനർജന്മം ഉണ്ടാക്കരുത്. അത്തരത്തിലുള്ള പുനർജന്മം ഉണ്ടാക്കാൻ നമ്മൾ യത്നിക്കരുത്. അകുശലധർമ്മങ്ങളെ കുറയ്ക്കുകയും കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പുനർജന്മങ്ങളെ ഉണ്ടാക്കാൻ നമ്മൾ യത്നിക്കണം. അത്തരത്തിലുള്ള പുനർജന്മത്തിന് വേണ്ടി നമ്മൾ യത്നിക്കണം. ഭിക്ഷുക്കളെ, അകുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും കുശലധർമ്മങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന പുനർജന്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തി കഷ്ടമുണ്ടാകുന്ന പുനർജന്മത്തിന് വേണ്ടി ശ്രമിച്ചു. അതുമൂലം നമ്മൾക്ക് നിബ്ബാണം ലഭിക്കുന്നില്ല. അതുമൂലം അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, കുശലധർമ്മങ്ങൾ കമ്മിയാക്കുന്നു. ഏത് പുനർജന്മത്തിന് വേണ്ടി യത്നിച്ചാലാണ് അകുശലധർമ്മങ്ങൾ കുറയുന്നത്, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നത്? ഒരു വ്യക്തി സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള പുനർജന്മത്തിന് വേണ്ടി യത്നിക്കുന്നു. അതുമൂലം ആ വ്യക്തിക്ക് നിബ്ബാണത്തിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അതുമൂലം ആ വ്യക്തിയുടെ അകുശലധർമ്മങ്ങൾ കുറയുന്നു, കുശലധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. അതായത് നമ്മൾ ചീത്തയായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അധോലോകത്തിലായിരിക്കും പുനർജന്മം ലഭിക്കുക. മൃഗ പക്ഷികളുടെ ലോകത്തും അതേപോലെ തന്നെയുള്ള പ്രേതലോകത്തും തുടങ്ങിയവരെ ആയിരിക്കും പുനർജന്മം ലഭിക്കുക. ആ സമയത്ത് അത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. നമുക്കൊരിക്കലും നിർവ്വാണത്തിന് വേണ്ടി യത്നിക്കാൻ സാധിക്കില്ല. അതുകൂടാതെ അവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് മുഴുവൻ അകുശലധർമ്മങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവിടെ പുനർജനിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ദേവലോകത്തോ അല്ലെങ്കിൽ മനുഷ്യലോകത്തോ നമ്മൾ ജനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അവിടെ നമ്മൾക്ക് തീർച്ചയായിട്ടും നിർവ്വാണത്തിന് വേണ്ടി യത്നിക്കാൻ സാധിക്കും. ഭിക്ഷുക്കളെ, രണ്ട് തരത്തിലുള്ള പുനർജന്മം ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒന്നിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കണം, മറ്റൊന്നിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. ഇത് രണ്ടും പുനർജന്മം തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇതാണ് ഭഗവാൻ പറയാനുള്ള കാരണം. ബന്ദേ, ഇതാണ് താങ്കൾ സംക്ഷിപ്തമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ധർമ്മോപദേശത്തിൻ്റെ വിസ്താരമായിട്ടുള്ള അർത്ഥം. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വളരെ നന്നായി സാരിപുത്ത സാധു, ഞാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഉപദേശത്തിൻ്റെ ഇത്തരം വിസ്തൃതമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയതിൽ വളരെ നല്ല കാര്യമാണ്. അതിനാൽ ഭഗവാൻ സാരിപുത്തൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഭഗവാൻ അതിനെ വീണ്ടും ആവർത്തിച്ചു. എന്നിട്ട് ഭഗവാൻ വീണ്ടും ഉപദേശം കൊടുത്തു. ആ ഉപദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സാരിപുത്ത, കണ്ണിനാൽ കാണപ്പെടുന്ന രൂപം രണ്ട് തരത്തിലുണ്ട്. ഒരു രൂപത്തെ നമ്മൾ സേവിക്കണം, മറ്റൊരു രൂപത്തെ സേവിക്കരുത്. അതായത് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ കണ്ണിനാൽ കാണുന്ന രൂപം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണത്തെ നമ്മൾ കാണണം, ഒരെണ്ണത്തെ കാണരുത്. അതായത് നമ്മൾ സീരിയൽ അതേപോലെ തന്നെയുള്ള ദുഷ്ടചിന്തയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അകുശലധർമ്മങ്ങൾ വർദ്ധിക്കും. എന്നാൽ സന്യാസിമാരുടെ സംഭാഷണം, അതേപോലെ തന്നെ ആധ്യാത്മിക സംഭാഷണം, ഇവയെല്ലാം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ കുശലധർമ്മങ്ങൾ വർദ്ധിക്കും, അകുശലധർമ്മങ്ങൾ കമ്മിയാവും. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് കാണരുത്, എന്ത് കാണണം എന്ന് പറയുന്നത്. അതിനാൽ ധ്യാനം ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും മൊബൈലിൽ പല കാര്യങ്ങളും കാണരുത്. എന്നാൽ ചില കാര്യങ്ങൾ കാണുകയും വേണം. അതായത് ധർമ്മകാര്യങ്ങൾ കാണണം, അധർമ്മ കാര്യങ്ങൾ കാണരുത്. സാരിപുത്ത, അതേപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ കാതിൽ വരാറുണ്ട്. ഒരെണ്ണത്തെ നമ്മൾ സേവിക്കണം, ഒരെണ്ണത്തെ നമ്മൾ സേവിക്കരുത്. ഞാനിതിന് വിസ്താരമായിട്ട് പറയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരെണ്ണത്തെ സേവിച്ചു കഴിഞ്ഞാൽ അകുശലധർമ്മങ്ങൾ വർദ്ധിക്കും, കുശലധർമ്മങ്ങൾ കുറയും. മറ്റൊന്നിന് ഓപ്പോസിറ്റ്. അതേപോലെ തന്നെ മൂക്കിൽ വരുന്ന ശബ്ദം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണത്തെ സേവിക്കണം, മറ്റൊന്നിനെ സേവിക്കരുത്. നാവിൽ വരുന്ന രുചി രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണത്തെ സേവിക്കണം, ഒരെണ്ണത്തെ സേവിക്കരുത്.
ശരീരത്തിലുണ്ടാകുന്ന സ്പർശം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണത്തെ സേവിക്കണം, ഒരെണ്ണത്തെ സേവിക്കരുത്. മനസ്സിലുണ്ടാകുന്ന ധമ്മം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണത്തെ സേവിക്കണം, മറ്റൊന്നിനെ സേവിക്കരുത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഭഗവാനോട് പറഞ്ഞു, ബന്ദേ, ഭഗവാന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം ഞാൻ ഈ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. സാരിപുത്ത, രണ്ട് തരത്തിലുള്ള രൂപം ഉണ്ട്. കണ്ണ് രണ്ട് തരത്തിലുള്ള രൂപം കാണുന്നു. ഒന്നിനെ നമ്മൾ സേവിക്കണം, മറ്റൊന്നിനെ സേവിക്കരുത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? അകുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും കുശലധർമ്മങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു രൂപവും നമ്മൾ കണ്ണുകൊണ്ട് കാണരുത്. എന്നാൽ അകുശലധർമ്മങ്ങൾ കുറയ്ക്കുകയും കുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടുള്ളൂ. സാരിപുത്ത, കണ്ണിനാൽ കാണപ്പെടുന്ന രണ്ട് രൂപങ്ങളുണ്ട്. ഒരെണ്ണത്തെ നമ്മൾ സേവിക്കണം, മറ്റൊന്നിനെ സേവിക്കരുത്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറയാനുള്ള കാരണം ഇതാണ്. ഇതുപോലെ തന്നെയാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങളും നമ്മൾ വിസ്താരമായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാൻ ചുരുക്കി പറയുന്നു. കാതിനാൽ കാണപ്പെടുന്ന ശബ്ദം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണം സേവിക്കേണ്ടതും മറ്റൊന്ന് സേവിക്കരുതാത്തതും. അതേപോലെ തന്നെ മൂക്കിൽ വരുന്ന ഗന്ധം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണം സേവിക്കാവുന്നതും മറ്റൊന്നും സേവിക്കരുതാത്തതും. അതേപോലെ തന്നെ നാവിൽ വരുന്ന രസം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണം നമ്മൾക്ക് സേവിക്കാം, ഒരെണ്ണം നമ്മൾക്ക് സേവിക്കരുത്. ശരീരത്തിൽ വരുന്ന സ്പർശം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണം നമ്മൾക്ക് സേവിക്കാം, മറ്റൊന്ന് നമ്മൾ സേവിക്കരുത്. മനസ്സിൽ വരുന്ന ധർമ്മം രണ്ട് തരത്തിലുണ്ട്. ഒരെണ്ണം നമ്മൾ സേവിക്കണം, ഒരെണ്ണം നമ്മൾ സേവിക്കരുത്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാൻ അത് ഇങ്ങനെ പറഞ്ഞത്? എന്തെന്നാൽ അകുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും കുശലധർമ്മങ്ങൾ കുറയ്ക്കുന്നതുമായിട്ടുള്ള യാതൊരു ചിന്തകളും മനസ്സിൽ വരാൻ പാടില്ല. എന്നാൽ അകുശലധർമ്മങ്ങൾ കുറയ്ക്കുകയും കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകൾ മനസ്സിൽ വരാവുന്നതാണ്. മനസ്സിലാൻ അറിയപ്പെടുന്ന രണ്ട് തരം ധർമ്മങ്ങളുണ്ട്. ഒരെണ്ണത്തെ നമ്മൾ സേവിക്കണം, മറ്റൊന്നിനെ നമ്മൾ സേവിക്കരുത്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇതാണ് ഭഗവാൻ പറഞ്ഞതിനുള്ള കാരണം. ബന്ദേ, താങ്കൾ ചുരുക്കി പറഞ്ഞിട്ടുള്ള ധർമ്മത്തിൻ്റെ വിസ്താരമായിട്ടുള്ള അർത്ഥം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധു സാധു സാരിപുത്ത, വളരെ നന്നായി, വളരെ നന്നായി സാരിപുത്ത. സാധു, വളരെ നന്നായി. ഞാൻ ചുരുക്കി പറഞ്ഞ ഉപദേശത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയതിൽ വളരെ നന്നായി. എന്നിട്ട് വീണ്ടും ഭഗവാൻ സാരിപുത്തൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഞാനത് ആവർത്തിക്കുന്നില്ല. വീണ്ടും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, സാരിപുത്ത, ചീവരവും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ സേവിക്കണം, മറ്റൊന്ന് നമ്മൾ സേവിക്കരുത്. ഇതും ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. നമ്മൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്. സാരിപുത്ത, രണ്ട് തരത്തിലുള്ള ഭിക്ഷാനമുണ്ട്. സാരിപുത്ത, രണ്ട് തരത്തിലുള്ള താമസിക്കാനുള്ള സ്ഥലം ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഗ്രാമമുണ്ട്. രണ്ട് തരത്തിലുള്ള നഗരമുണ്ട്. രണ്ട് തരത്തിലുള്ള ജില്ലയുണ്ട്. രണ്ട് തരത്തിലുള്ള രാജ്യമുണ്ട്. രണ്ട് തരത്തിലുള്ള വ്യക്തിയുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾക്ക് സേവിക്കാവുന്നതാണ്, മറ്റൊരു വ്യക്തിയെ നമ്മൾക്ക് സേവിക്കാൻ പറ്റില്ല. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാരിപുത്തൻ ഭഗവാന് ഇങ്ങനോട് പറഞ്ഞു, ബന്ദേ, താങ്കൾ ചുരുക്കി പറഞ്ഞ ധർമ്മത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സാരിപുത്ത, രണ്ട് തരത്തിലുള്ള വസ്ത്രം ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒരെണ്ണത്തെ സേവിക്കണം, മറ്റൊന്നിനെ നമ്മൾ സേവിക്കരുത്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? അകുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതും കുശലധർമ്മങ്ങളെ കുറയ്ക്കുന്നതുമായിട്ടുള്ള ചീവരത്തെ നമ്മൾ ഒരിക്കലും ധരിക്കരുത്. എന്നാൽ അകുശലധർമ്മത്തെ കുറയ്ക്കുകയും കുശലധർമ്മത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ചീവരമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്, ചാരിപുത്ത, ചീവരം അതും രണ്ട് തരത്തിലുണ്ട്. ഒന്നിനെ നമ്മൾ സേവിക്കണം, മറ്റൊന്നിനെ സേവിക്കരുത്. ഇനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ്. ഒരെണ്ണത്തെ നമ്മൾ സേവിക്കണം, മറ്റൊന്നിനെ സേവിക്കരുത്. അകുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തെ നമ്മൾ സേവിക്കരുത്. എന്നാൽ കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ നമ്മൾ സേവിക്കണം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. ഞാൻ വിസ്താരത്തിലേക്ക് പോകുന്നില്ല, ചുരുക്കി പറയുന്നു. അതേപോലെ തന്നെയാണ് പിണ്ടപാദം അല്ലെങ്കിൽ ഭിക്ഷാന്നം. അതും രണ്ട് തരത്തിലുണ്ട്. താമസിക്കാനുള്ള സ്ഥലം, താമസിക്കാനുള്ള ഗ്രാമം, താമസിക്കാനുള്ള നഗരം, താമസിക്കാനുള്ള ജില്ല, താമസിക്കാനുള്ള രാജ്യം, അടുത്തിടപഴകാനുള്ള വ്യക്തി. ഇതെല്ലാം ഈ രണ്ട് തരത്തിലുണ്ട്.
കുശലധർമ്മത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വേണം നമ്മൾ ഏർപ്പെടാൻ, അകുശലധർമ്മത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഏർപ്പെടരുത്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറയാനുള്ള കാരണം, ഇതിലേതെങ്കിലും നമ്മൾ സേവിക്കുകയാണെങ്കിൽ, അകുശലധർമ്മങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മൾ സേവിക്കരുത്. കുശലധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ സേവിക്കാൻ. അതായത് വ്യക്തിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ആ വ്യക്തിയോട് കൂട്ടുകൂടരുത്. എപ്പോഴും ശരിയായിട്ടുള്ള വ്യക്തിയോട് കൂടി മാത്രമേ നമ്മൾ കൂട്ടുകൂടാൻ പാടുകയുള്ളൂ. തെറ്റായിട്ടുള്ള വ്യക്തിയുടെ കൂടെ നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ അകുശല ധർമ്മങ്ങൾ വർദ്ധിക്കും. എന്നാൽ ശരിയായിട്ടുള്ള വ്യക്തിയുടെ കൂടെ നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ കുശലധർമ്മങ്ങളായിരിക്കും വർദ്ധിക്കുക. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇതിൻ്റെ വിസ്താരമുള്ള അർത്ഥം ഇതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വളരെ നന്നായി, വളരെ നന്നായി സാരിപുത്ത, വളരെ നന്നായി. ഇതിൻ്റെ ചുരുക്കി പറഞ്ഞ ഈ ധർമ്മത്തിൻ്റെ അർത്ഥം വളരെ വിസ്താരമായിട്ട് താങ്കൾ മനസ്സിലാക്കിയത് വളരെ നന്നായി. പിന്നീട് ഭഗവാൻ സാരിപുത്തൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിച്ചു. അതിനുശേഷം ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, സാരിപുത്ത, എല്ലാ ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും ഞാൻ പറഞ്ഞ സംക്ഷിപ്തമായിട്ടുള്ള ധർമ്മോപദേശത്തിൻ്റെ അർത്ഥം വിസ്താരമായിട്ട് ഇപ്രകാരം അറിയുകയാണെങ്കിൽ ഇതുമൂലം അവർക്കെല്ലാം തന്നെ ദീർഘകാലത്തേക്ക് ഹിതത്തിനും സുഖത്തിനുമായിട്ടുള്ള കാരണമായിട്ട് തീരും. അതേപോലെ തന്നെ ലോകത്തിലെ ദേവതകളും മാരന്മാരും ബ്രഹ്മന്മാരും ഈ ലോകത്തിലെ പ്രജകളും അതേപോലെ തന്നെ ശ്രമണ ബ്രാഹ്മണന്മാരും ദേവന്മാരും ബ്രഹ്മന്മാരും ഇതിൻ്റെ വിസ്തൃതമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ഇതുമൂലം അവർക്കും ഹിതത്തിനും സുഖത്തിനുമായിട്ട് കാരണമായിട്ട് തീരും. മുഴുവൻ ലോകത്തിനും ഹിതത്തിനും സുഖത്തിനുമായിട്ടുള്ള കാരണമായിട്ട് തീരും. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അതിനാൽ ആയുഷ്മാൻ സാരിപുത്തൻ വളരെ തൃപ്തനായി. എന്നിട്ട് ഭഗവാന്റെ വചനങ്ങളെ സന്തോഷിച്ചു. സേവിതബ്ബ സേവിതബ്ബ സുത്തം നിഠിതം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.